എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ, ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും നിങ്ങളെ മെൻഷൻ ചെയ്യാറുള്ളത്. നിങ്ങൾ ഒരു അധ്യാപകനോ അധ്യാപികയോ ആയി ഏതെങ്കിലും ഒരു പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കേണ്ടവരാണ്. നിങ്ങൾ എല്ലാ ആഴ്ചയും കുട്ടികളോട് വെള്ളിയാഴ്ച പറഞ്ഞു വിടുന്ന കാര്യം എന്തായിരിക്കും? തിങ്കൾ മുതലുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്ത് വായിക്കണം. റിവിഷൻ എന്ന് എൻ്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം. റിവിഷൻ, റീവിഷൻ എന്നാണ്, വീണ്ടും കാണുക എന്നാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ മിക്ക ഉദ്യോഗാർത്ഥികളും പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നത് പഠിക്കാത്തതിൻ്റെ പേരിലല്ല, മറിച്ച് അവർ പഠിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി റിവിഷൻ ചെയ്യാത്തതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ആങ്സൈറ്റി കൂടുകയും വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് അവരെത്തുകയും ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു മെഷീൻ, അതിനകത്ത് ഓയിൽ ഒഴിക്കാതെ നല്ല രീതിയിൽ അതിന് തുടർച്ചയായി പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇടയ്ക്ക് അതിന് റെസ്റ്റ് കൊടുക്കുകയും ഓയിൽ ഒഴിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ എല്ലാ പാർട്സും വർക്ക് ചെയ്യുന്നു എന്നും എല്ലാ പാർട്സിൻ്റെയും എല്ലാ ഭാഗങ്ങളും കൃത്യമായി തന്നെ ഉണ്ടോ എന്നും നമ്മൾ നോക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ എപ്പോഴും വിജയികളാകുന്നവർ തിരിഞ്ഞു നോക്കുന്നവരാണ്. തിരിഞ്ഞു നോക്കി എന്തൊക്കെയാണ് കുറവുകളും കുറ്റങ്ങളും എന്ന് സ്വയം വിമർശനാത്മകമായി മനസ്സിലാക്കുന്നവരാണ്. പഠിച്ച് കളഞ്ഞു പോവുകയല്ല, മറിച്ച് നല്ല വെള്ളവും വളവും കൊടുത്ത് വേരുറപ്പിക്കലാണ്. അങ്ങനെ വേരുറപ്പിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ റിവിഷൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ ഓർമ്മയുടെ ഓളങ്ങളിലേക്ക് അതിനെ വീണ്ടും ഒരു ചെറുപുഷ്പം വിരിയിക്കുന്നത് പോലെ കൊണ്ടുവരണം. അല്ലാതെ മറവിയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ എടുത്തെറിയുകയല്ല വേണ്ടത്. പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ റിവിഷൻ അത്യന്താപേക്ഷിതമാണ്. റിവിഷൻ എപ്പോഴും ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിലേക്ക് ഉണർന്നു വരുന്നത് റിവിഷനിലൂടെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ 3 വയസ്സോ 4 വയസ്സോ ഉള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ത് മനോഹരമായ ഒരു പാട്ടുകൾ പാടും. ഭാഷ അറിയാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു കുട്ടി എങ്ങനെയാണ് ഈ പാട്ടുകൾ പാടുന്നത്? അത് കേട്ട് റിവിഷൻ ചെയ്ത് വീണ്ടും കേട്ടാണ്. സ്വാഭാവികമായും എക്സസൈസ് പോലെ തന്നെയാണ് റിവിഷനും. അതുകൊണ്ട് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങളോടൊപ്പം ഓരോ നിമിഷവും നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടത് റിവിഷനെയാണ്. ഞാനിത് ഓർമ്മിപ്പിക്കാൻ വന്നത് തന്നെ നിങ്ങൾക്ക് റിവിഷനോടുള്ള പ്രാധാന്യത്തെ ഉണർത്തുന്നതിന് വേണ്ടിയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്.